ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം. ശ്ലോകം 71. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹംകാര സശാന്തിമധിഗച്ഛതി. വിവർത്തനം. എല്ലാ വൈഷയിക അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമാവകാശബോധവും മിഥ്യാഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ. ഭാവാർത്ഥം. ആഗ്രഹങ്ങളില്ലെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുമുള്ള വിഷയസുഖ പൂരണത്തിനും ആഗ്രഹമില്ലെന്നാണ്. കൃഷ്ണാവബോധവാനാകണമെന്ന അഭിലാഷം വാസ്തവത്തിൽ ആഗ്രഹമുക്തി തന്നെ. തൻ്റെ യഥാർത്ഥ സ്ഥിതി കൃഷ്ണന്റെ നിത്യദാസനെന്ന നിലയാണെന്നറിഞ്ഞ് ഈ ശരീരമാണ് താനെന്ന വ്യാമോഹത്താൽ ഒന്നും അവകാശപ്പെടാതെയും ലോകത്തിൽ ഏതൊരു വസ്തുവിലും ഉടമാവകാശം കരുതാതെയും ജീവിക്കലാണ് കൃഷ്ണാവബോധത്തിൻ്റെ പരമകാഷ്ഠ. ഈ സമ്പൂർണ്ണ സ്ഥിതിയിലെത്തിയവർക്ക് ഏതൊന്നിൻ്റെയും ഉടമ കൃഷ്ണൻ മാത്രമാണെന്നും തന്മൂലം എന്തും കൃഷ്ണന്റെ സംതൃപ്തിക്കായി മാത്രം ഉപയോഗിക്കണമെന്നും അറിയാം. അർജുനന് സ്വന്തം സുഖത്തെ ലക്ഷ്യമാക്കി യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും കൃഷ്ണാവബോധമുളവായപ്പോൾ കൃഷ്ണന്റെ വരുതിയനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. തനിക്ക് ആഗ്രഹമില്ലെങ്കിലും കൃഷ്ണനു വേണ്ടി അദ്ദേഹം യുദ്ധത്തിൽ തൻ്റെ കഴിവത്രയും ഉപയോഗിക്കുകയും ചെയ്തു. കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള അഭിലാഷം വാസ്തവത്തിൽ നിഷ്കാമതയാണ്. ആഗ്രഹങ്ങളെ ഒഴിച്ചുകളയാനുള്ള കൃത്രിമ പ്രയത്നമല്ല. ജീവാത്മാവിന് നിരേന്ദ്രിയനോ നിരാഗ്രഹനോ ആയിരിക്കാൻ വയ്യ. എന്നാൽ ആഗ്രഹങ്ങളുടെ വൈശിഷ്ട്യം വളർത്തേണ്ടതുണ്ട്. ഭൗതിക തൃഷ്ണകളിൽ നിന്ന് മുക്തനായ ഒരാൾ സർവപദാർത്ഥങ്ങളും കൃഷ്ണന്റേതാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ഈശാവാസ്യമിതം സർവം, യാതൊന്നിൻ്റെയും ഉടമാധികാരം അവകാശപ്പെടുകയില്ല. ഓരോ ജീവാത്മാവും ആത്മീയ സത്ത കൊണ്ട് കൃഷ്ണന്റെ ചെറിയൊരു അംശമാണെന്നും അങ്ങനെയുള്ള അതിൻ്റെ നില ഒരിക്കലും കൃഷ്ണന്റേതിനോട് തുല്യമോ അതിലും ഉയർന്നതോ ആവാൻ വയ്യെന്നുമുള്ള അറിവാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഫലമായ അതീന്ദ്രിയ ജ്ഞാനം. ഈ കൃഷ്ണാവബോധം തന്നെ യഥാർത്ഥ സമാധാനത്തിൻ്റെ മൗലിക തത്വം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.